എന്റെ യൂസുഫ് ക, നിങ്ങൾ ഇത്രയും പാവത്തനായി പോയല്ലോ. ആ നാല് ജാഫറിന്റെ കാല് പിടിക്കാൻ പിന്നെയും നിങ്ങൾ പോയല്ലേ. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു കയറുക. എനിക്ക് വേണ്ടിയിട്ടല്ലോ. ആർക്ക് വേണ്ടിയായാലും നിങ്ങൾ ചെയ്തത് ശരിയായില്ല. ഇനി ഈ ഓരോന്ന് പറഞ്ഞിട്ട് സുബൈറിനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. സുബൈർ അറിയണം നാട്ടുകാരൻ ആരാണെന്നുള്ളത് ഇവനും കൂടി ഒന്ന് അറിയുന്നത് നല്ലതാ. 10-20 വർഷം മുമ്പ് ജാഫർ ഇവിടെ എത്തിയത് ഇന്ന് നീ വന്നതിനേക്കാളും കഷ്ടപ്പാടുമായിട്ടാണ്. അന്ന് യൂസുഫ് വന്നിട്ട് 2 വർഷം തികഞ്ഞിട്ടേ ഉള്ളൂ. യൂസുഫ്ക്ക് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് അല്ലാതെ ബാക്കി എല്ലാം ശരിയായി നിൽക്കുമ്പോഴാണ് ജാഫറിന്റെ വരവ്. പിന്നീട് ജാഫറിന് ജോലി ശരിയാക്കലായി മൂപ്പരുടെ പരിപാടി. ചുരുക്കി പറഞ്ഞാൽ ആ കൊല്ലം യൂസുഫ് നാട്ടിലേക്ക് പോയില്ല. 6 മാസത്തോളം ഈ ജാഫർ യൂസുഫ്ക്കയുടെ ചെലവിലായിരുന്നു കഴിഞ്ഞത്. പിന്നീട് നല്ലൊരു ജോലി ശരിയാക്കി കൊടുത്തതും നമ്മുടെ യൂസുഫ്ക്ക തന്നെയാണ്. അതൊക്കെ പണ്ടത്തെ കഥയല്ലേ? കഥ പണ്ടത്തെ തന്നെ. പക്ഷേ മുഴുവൻ കഥകളും സുബൈർ അറിയണം. എന്തിനാണെന്നറിയോ? മറ്റൊരു ജാഫറാകാതിരിക്കാൻ. നിനക്കറിയോ, നാട്ടുകാർക്ക് വേണ്ടി നമ്മളിവിടെ എന്ത് പ്രവർത്തനം സംഘടിപ്പിച്ചാലും അതിലൊന്നും ജാഫറിൻ്റെ ഒരു പങ്കും ഉണ്ടാവാറില്ല. ജോലിയിൽ കയറിയത് മുതൽ അയാൾ പെട്ടെന്ന് വളരുകയായിരുന്നു. ശമ്പളം കൊണ്ട് മാത്രം ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് വളരാൻ കഴിയില്ലല്ലോ. അയാൾക്കിവിടെ പ്രധാന പരിപാടി എന്തായിരുന്നു? ബഷീർ, ഇല്ല, ഞാൻ നിർത്തി. യൂസുഫ് കാടെ വിഷമം എൻ്റെ കൂടെ വിഷമ. കാരണം എന്നെ ഒരു മനുഷ്യനാക്കിയത് യൂസുഫ് കെയാണ്. നീ പുകഴ്ത്തി പറഞ്ഞ് എന്നെ വഷളാക്കുന്നാ തോന്നുന്നത്. യൂസുഫ് കാ, ഞാൻ ഇപ്പൊ വന്നതേ കുഞ്ഞിപ്പാക്ക് വേണ്ടിയാ. സുബൈറിന് ഒരു ജോഡി ഡ്രസ്സ് അവൻ കൊടുത്തിട്ടുണ്ട്. കൊടുക്കടോ. ഒട്ടും വിഷമിക്കണ്ട. ജോലിക്ക് വേണ്ടി ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഉടനെ ശരിയാവും. എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ പറയാൻ മടിക്കരുത്. എന്നാ ഇത് വെച്ചോ. വാങ്ങിച്ചോളൂ. വരട്ടെ. എന്നാ യൂസുഫ് കാ പോയിട്ട് വരട്ടെ. ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. നല്ല കഥയായി പോയി. എങ്ങനെയുണ്ട് സുബേറെ? ഇപ്പോ എൻ്റെ തെറ്റിദ്ധാരണൊക്കെ മാറിയില്ലേ? ഇതാണ് ഗൾഫുകാരൻ. ഗൾഫിൽ വന്ന് ഒരാൾ കഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് സഹിക്കില്ല. അവൻ്റെ മനസ്സ് വേദനിക്കും. വേഗം ഒരുങ്ങ്, നമുക്ക് വന്നിട്ട് റൊട്ടി കഴിക്കാം. പറഞ്ഞ സ്ഥലത്ത് പോകണം. എന്താ?